ഗത്യന്തരമില്ലാതെ തേയില നുള്ളി പ്രതിഷേധിച്ച് വയനാട് എൽസൺ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ. തൊഴിലാനുകൂല്യങ്ങൾ നൽകാൻ മാനേജ്മെന്റ് തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് തൊഴിലാളികൾ തോട്ടം കയ്യേറി തേയില നുള്ളിയത്. ഇവിടുത്തെ തൊഴിലാളികൾക്ക് ശമ്പളം ലഭിച്ചിട്ട് 6 മാസമായി. 2015 ഞങ്ങൾ ഇതേപോലെ സമരമായിട്ട് വന്നപ്പോൾ എല്ലാവർക്കും സർവീസ് കൊടുക്കാറുണ്ട്, എല്ലാവർക്കും ചെക്ക് കൊടുത്തിട്ട് അത് കേസിലാണ്. ഇപ്പോൾ ചെക്ക് കൊടുത്ത് പറ്റിച്ചതാണ്. ഒരുപാട് തൊഴിലാളികൾ കാലങ്ങൾക്ക് 18 തൊഴിലാളികൾ ഈ എസ്റ്റേറ്റിൽ പണിയെടുത്തിട്ട് പൈസ കിട്ടാതെ മരിച്ചുപോയി. 2 കൊല്ലത്തെ ബോണസ്, 2 കൊല്ലത്തെ സെറ്റിൽമെൻറ്റ്, ശമ്പളം, ഈ 100 ചില്ലറ ആൾക്കാർക്ക് സർവീസ്, 57 ആൾ, 18 ആൾ മരിച്ചുപോയി. അവർക്കൊക്കെ ഉള്ള പൈസ ഇതിന്ന് കൊടുക്കാനാണ്. അപ്പോൾ ഈ മുതലാളിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നീക്കുപോക്കില്ല. ഗവൺമെൻറ് ഇതിന് ഇടപെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇനി ജീവിക്കാൻ പറ്റൂല. എൽസ്റ്റൺ എസ്റ്റേറ്റ് തൊഴിലാളികളുടെ ദുരിത ജീവിതം പറയുകയാണ് സുബൈദ. 216 സ്ഥിരം തൊഴിലാളികളുണ്ട് ഇവിടെ. ശമ്പളം കിട്ടിയിട്ട് 6 മാസം. വിരമിച്ചവർക്ക് ആനുകൂല്യങ്ങളില്ലാത്ത 10 വർഷം. PF വിഹിതം കൃത്യമായി തൊഴിലാളികളിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്. എന്നാൽ മാനേജ്മെന്റ് ഈ വിഹിതം അടയ്ക്കാൻ തയ്യാറായിട്ടില്ല. മെയിനായിട്ട് പറയാനുള്ളത് എന്താ വെച്ചാൽ PF അത് തൊഴിലാളീൻ്റെ കയ്യിൽ നിന്ന് ഇവർ വിഹിതം പിടിക്കുന്നുണ്ട്. 2014 വരെ അടച്ചിട്ടുണ്ടെന്ന് പറയുന്നു, ഞങ്ങൾക്കറിയില്ല. 2014 വരെ അടച്ചിട്ടുണ്ട്. ഈ 15 മുതൽ PF വീതം ഒരു തൊഴിലാളിൻ്റെ അടുത്ത് ഒരു 1000 രൂപയെങ്കിലും ഒരു മാസത്തിൽ പിടിക്കുന്നുണ്ട്. മുതലാളിൻ്റെ വീതവും അത്രത്തോളം അടയ്ക്കേണ്ടതാണ്. അത് ഈ 15 മുതൽ ഇന്ന വരെ അടച്ചിട്ടില്ല. ശമ്പളം ചോദിച്ച തൊഴിലാളികളുടെ സമരം ഡിസംബർ 7 തുടങ്ങിയതാണ്. സമരത്തോട് മാനേജ്മെന്റിന്റെ അവഗണനയും തുടരുന്നു. ഞങ്ങൾ 4-5 മാസമായി ശമ്പളം കിട്ടാതെ വളരെയധികം ദുരിതത്തിലാണ്. ഐക്യ ട്രേഡ് യൂണിയൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ റോഡ് തടയുകയും കലക്ട്രേറ്റ് മാർച്ച് നടത്തുകയും പല സമരങ്ങളും നടത്തി. വാക്ക് മാത്രമാണ്. ഇതിന് ന്യായമായ ഒരു തീരുമാനം ഇന്നുവരെ കണ്ടെത്തിയിട്ടില്ല. മറ്റു വഴികൾ അടഞ്ഞതോടെയാണ് തോട്ടം കയ്യേറി തേയില നുള്ളാൻ തൊഴിലാളികൾ തീരുമാനിച്ചത്. ഇവിടെ സമരം തുടരും. 24 വയനാട്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.